ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ രാത്രി ഈ സമയത്ത് ഇവിടെ നിന്ന് എന്തോ എം ജി ടിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ വാഹനമായിട്ട് കൊടൈക്കനാലിൽ പോയിരിക്കുകയാണ്. പോയശം വരുന്ന വഴിക്ക് സംഭവിച്ചൊരു ചെറിയൊരു കാര്യത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ എപ്പോഴാണ് ഈ ഹസാർഡ് എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യേണ്ടി വരുന്നത്? ശരിക്കും നമുക്കറിയാവുന്ന പോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റി നമ്മുടെ സൈഡിലൊക്കെ ഒതുക്കി നിർത്തുകയാണെങ്കിൽ ഇതുപോലെ ഹസാർഡ് ഉണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ ഞാൻ തിരിച്ചു വരുന്ന വഴി ഫുള്ള് ഈ ഹസാർഡ് ഇട്ടുകൊണ്ടാണ് വന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഹെഡ്ലൈറ്റ് കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് കത്തി നിൽക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും സംഭവിക്കേണ്ടത്? നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് അല്ല വരേണ്ട, പാർക്ക് ലൈറ്റ് ഓൺ ചെയ്തിരിക്കണം. എന്ത് ചെയ്യും ഈ വാഹനത്തിന്റെ പാർക്ക് ലൈറ്റ്? നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ പാർക്ക് ലൈറ്റ് എന്ത് ചെയ്യും? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു പുതിയ ബ്രേക്കിന്റെ ബൾബിന്റെ പരീക്ഷണം നടത്തി നോക്കിയാൽ 8ന്റെ പണി കിട്ടി, 2 അടിച്ചു പോയി. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഷെയർ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്നത് ഇതുപോലെ എൻ്റെ വാഹനത്തിൽ തന്നെ പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 1 മാസം കൊണ്ട് കുദാ ഹവ പണി കിട്ടി. അതുകൊണ്ട് ഞാൻ ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല. ഈ ഒരു ലൈറ്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. കാരണം എന്താണെന്ന് പറയുക, ഏതാ ലൈറ്റ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ലൈറ്റ് ഞാൻ മേടിച്ചു. വേറെ ആർക്കും പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ലൈറ്റ് കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആ കണ്ട ബ്രേക്ക് ബൾബ്. ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ ഇതുപോലെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഞാനൊരു ഔട്ട് തരാറുള്ളൂ. ജസ്റ്റ് ഈ പോകുന്ന വഴിക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങളാണെങ്കിൽ രാത്രി വാഹനം ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വാഹനത്തിൻ്റെ പുറകിലൊന്ന് വന്ന് നോക്കുക, ലൈറ്റുകൾ ഉണ്ടോ എന്ന് കൺഫേം ആക്കുക. ഇൻ കേസ് ലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ ഹസാർഡ് ഓൺ ആക്കിയിട്ടോണം. കാരണം രാത്രി നമ്മളൊരു ചുരമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ ഈ ലൈസൻസ് ലാമ്പ് കാണാമെന്ന് നമുക്കൊരു തോന്നൽ വരും. പക്ഷേ ഒരു കാരണവശാലും കാണുന്നില്ല. കാരണം അവരുടെ ലൈറ്റ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് അടിക്കുമ്പോൾ വേറെ റിഫ്ലക്റ്റേഴ്സ് മാത്രം ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്യുന്നല്ലാതെ സഡനായിട്ടുള്ള ബ്രേക്കിങ്ങോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഈ വാഹനത്തിൽ ആകെപ്പാട് ഇപ്പം മേളത്തെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. യെസ്, എനിക്ക് ഈ ഒരു ബ്രേക്ക് ലൈറ്റ് മാത്രം ഇപ്പോൾ ഈ വാഹനത്തിലുള്ളൂ. ഏതായാലും ഈ ഒരു കണ്ടീഷനിൽ തിരിച്ച് കോട്ടയം വരെ ഓടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഏതായാലും പണി കിട്ടിയ ഒരു അവസ്ഥ തന്നെയാണ്.